ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ റൂമിൻ്റെയൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം, അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ ഡൈവേർട്ടർ സിസ്റ്റം, കുളിക്കുന്ന ഏരിയ, ക്ലോസറ്റിൻ്റെ ഏരിയ, വാഷ് ബേസിൻ്റെ ഏരിയ എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന നോക്കിയ സ്റ്റൈൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആദ്യം വാഷ് ബേസൻ, പിന്നെ സെൻറ്ററിൽ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് കുളിക്കുന്ന ഏരിയ, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ബാത്റൂമിൻ്റെ ഒരുപാട് സ്പേസ് ഫീൽ ചെയ്യും, അതുപോലെ തന്നെ നീറ്റായിരിക്കും. ഇപ്പോൾ ഒരു സൈഡിൽ മാത്രം നല്ല നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിറഞ്ഞിരിക്കുമ്പോൾ നല്ല നീറ്റായിരിക്കും. അത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇങ്ങനെ ഒരു ബാത്റൂം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, വാഷ് ബേസിൻ്റെ ഏരിയ ഏകദേശം ഭിത്തിക്കയിൽ നിന്നും ഏകദേശം 60 സെൻറ്റിമീറ്റർ സ്പേസാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 60 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തു. അതിൻ്റെ സെൻറ്ററിലായിട്ട് വാഷ് ബേസിൻ്റെ പോയിൻ്റ് കൊടുത്തു. ആ വാഷ് ബേസിൻ്റെ പോയിൻ്റ് നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നത് അതിൻ്റെ 34 ഇഞ്ചാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് പുതിയ സിസ്റ്റമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതുമ്പോൾ തന്നെയാണ് നമ്മൾ മിററും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മിറർ ഇതിൻ്റെ മുകളിൽ വരും. മിറർ മൾട്ടിവുഡിൻ്റെ പീസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. കബോർഡ് സിസ്റ്റം അനുസരിച്ചിരിക്കുന്ന ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. 4 ഇഞ്ച് കനം വരാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. പിന്നെ അതുമ്പോൾ തന്നെ ഒരു മിററും കൂടി വരുന്നുണ്ട് വാഷ് ബേസിൻ്റെ മുകളിൽ. പിന്നെ വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു പ്ലഗ് സ്വിച്ച്, അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ സ്വിച്ച്, എക്സോസ്റ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഈ 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ ഏരിയ 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 90 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയയാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് തള്ളി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസീൽഡ് ഫ്ലഷാണ് വന്നിരിക്കുന്നത്. അതായത് ഭിത്തിയുടെ ഉള്ളിൽ കൺസീൽ ചെയ്യുന്ന സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബോൾട്ട് സെറ്റ് വരുന്നത് നമ്മൾ ജബ്രീറ്റിൻ്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ബോൾട്ട് സെറ്റ് വരുന്നത് 14 ഇഞ്ച് ഫിനിഷിങ്ങിൽ നിന്നാണ് ബോൾട്ട് സെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കറക്റ്റ് ലെവൽ ഏകദേശം നമുക്ക് ഫിനിഷിങ് കഴിയുമ്പോൾ 16 ഇഞ്ച് അല്ലെങ്കിൽ 17 ഇഞ്ച് നമുക്ക് ക്ലോസറ്റിൻ്റെ ഹൈറ്റ് ഫിനിഷിംഗ് ലെവലിൽ കിട്ടും. അതൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റാണ് വരുന്നത്. ഈ 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് തള്ളി വരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെൽറ്റ് കാര്യങ്ങൾ, അതായത് ഇത്രയും തള്ളി നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ 4 ഇഞ്ച് പൈപ്പ് പോകുന്നത്, ക്ലോസറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പ്, ഡ്രൈനേജ് പൈപ്പ് പോകുന്നത് നമുക്ക് ബെൽറ്റ് പൊട്ടിക്കാതെ കമ്പിയൊന്നും കളയാതെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാത്റൂമിൻ്റെ ബലം കുറയുകയില്ല, ബീഡിൻ്റെ ബലം കുറയാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കമ്പി കാര്യങ്ങൾ കട്ട് ചെയ്താൽ മാത്രമേ 4 ഇഞ്ച് പൈപ്പ് കൺസീൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളിക്കുന്ന ഏരിയയാണ്. കുളിക്കുന്ന ഏരിയ ജസ്റ്റ് സെപ്പറേറ്റ് മാറ്റിയിട്ടതിന് ശേഷം വീണ്ടും ഒരു 90 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 100 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുകയാണെങ്കിൽ ബാത്റൂമിൽ കിട്ടാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഡൈവേർട്ടർ സെറ്റ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡൈവേർട്ടർ, സ്പൗട്ട് കാര്യങ്ങൾ 100 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ അനക്കി കുളിക്കുന്നതിന് കാര്യങ്ങളൊന്നും തട്ടിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ സ്പൗട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത്. സ്പൗട്ടിൻ്റെ ഹൈറ്റ് 30 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ. ഏറ്റവും ടോപ്പ് വരുന്നത് 7 അടിയാണ്. ഷവറിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 7 അടിയിൽ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലിൻഡിലിൻ്റെ താഴെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടൈലിൽ തന്നെ ഫിനിഷിങ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കുളിക്കുന്ന ഏരിയ കുറച്ച് സംഘം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുളിക്കുന്ന ഏരിയ നോക്കി അറിയാൻ പറ്റും, കണ്ട സംഘം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സംഘം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഏരിയ ഒരു മറ്റ് സ്പേസ് ഏരിയനേക്കാൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയയായിട്ട് തിരിച്ച് ഒരു ഇഞ്ച് താത്തി അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് താത്തി കിട്ടും. അപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരില്ല. അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളം നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് സെക്ഷനിലേക്ക് വെള്ളം ഒഴുകി വരില്ല. അപ്പോൾ പിന്നീട് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കും. അത് പിന്നീട് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് അത് തെറ്റി വീഴാനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന എണ്ണ അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ കുളിക്കുന്ന സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ആ എണ്ണ എല്ലാം അവിടെ തളം കെട്ടി കിടക്കും. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് എണ്ണ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവില്ല. നമ്മൾ ചവിട്ടുന്ന സമയത്ത് തെന്നി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്ന ഏരിയ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ താത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമുക്ക് ബാത്റൂമിലുള്ള ഒരു അപകടം നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.